ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ അപ്പീൽ കോടതികളിൽ ഫലപ്രദമായി ഉന്നയിക്കാനാകുമെന്ന ആത്മവിശ്വാസം പ്രോസിക്യൂഷനും അതിജീവിതയ്ക്കായി ഹാജരായ അഭിഭാഷകർക്കുമുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടുമോ അതിജീവിതയ്ക്ക്? ഹൈക്കോടതി തീർച്ചയായിട്ടും നീതി കിട്ടും എന്നാണ് കരുതുന്നത്. ഹൈക്കോടതി കിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും നീതി കിട്ടും. കാരണം ഇതിനകത്ത് കോടതി എങ്ങനെയാണ് ഓരോ ഗൂഢാലോചനയ്ക്ക് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഓരോ സംഗതികളും കോടതി എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ എങ്ങനെയാണ് ആ തെളിവുകളെ കോടതി ഉൾക്കൊണ്ടത്, അത് അത്ര പോരാ, അത് തെളിവല്ല എന്നൊക്കെയുള്ള നിഗമനങ്ങൾ കോടതിയുടെ മനസ്സിൽ വരും. അതനുസരിച്ചാണ് കോടതി ദിലീപിനെ മോചിപ്പിച്ചത്. പക്ഷേ ഹൈക്കോടതി ചെന്ന് കഴിയുമ്പം വ്യത്യസ്തമായ മൈൻഡാണ് അവിടെയുള്ളത്. ഇപ്പം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ആ തെളിവുകൾ ലോവർ കോടതി തള്ളിക്കളഞ്ഞാലും അത് ഹൈക്കോടതി വിലയിരുത്തുന്നത് അതിനകത്ത് റിലയബിലിറ്റി ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഈ കേസ് തിരിഞ്ഞു വരും. ആ ഗൂഢാലോചന കേസിനകത്ത് തീർച്ചയായിട്ടും മെറ്റീരിയൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ മെറ്റീരിയൽ നന്നായിട്ട് ചിലപ്പം പ്രോസിക്യൂഷൻ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തില്ല എന്നുള്ളതാകാം. അല്ലെന്നുണ്ടെങ്കിൽ അത് കേട്ട ജഡ്ജ് അത് പ്രോസിക്യൂഷൻ്റെ അവരുടെ ആ സ്വീകാര്യത കോടതി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് ദിലീപിനെ ഇതിനകത്ത് നിന്ന് മോചിപ്പിച്ചത്.